ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നൊരാളെ കാണാൻ പോകാട്ടോ. ആരെ കാണാൻ പോകുന്നതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇതാ ഒരുങ്ങിക്കെട്ടി ഞാൻ നിൽപ്പുണ്ട്. എന്തൊക്കെയോ പറയണമെന്നും പറഞ്ഞ് മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചു കൂട്ടുന്നുണ്ട്, പക്ഷെ ഒന്നും പുറത്ത് വരുന്നില്ല. അതാണ് ആ എക്സ്പ്രഷൻ. നമ്മളിതാ ഏറ്റുമാനൂരിൽ നിന്ന് ബസ് കയറി, പ്രൈവറ്റ് ബസ്സിലായിട്ട് കയറിയത്. നമ്മൾ വെയിലില്ലാത്ത സ്ഥലമൊക്കെ നോക്കി ഇരുന്നത്, പക്ഷേ വണ്ടി അങ്ങ് എടുത്തപ്പോഴത്തേക്കും കറക്റ്റ് എൻ്റെ ഉച്ചയിൽ വന്ന് വെയിലിടിച്ചിട്ടുണ്ട്. വലിയ കാര്യത്തിൽ ഹെഡ്സെറ്റൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. ഈ ഒരു തണ്ണീർമുക്കം ബണ്ട് കണ്ടപ്പോൾ എനിക്കെടുത്ത് ചാടാൻ തോന്നി. ഈ വെള്ളം കണ്ടപ്പോൾ ഒരു ആക്രാന്തം, പക്ഷേ ചാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ കിടക്കും, അതുകൊണ്ട് ചാടാൻ പോയില്ല. പിന്നെ ഇതാ ഈ 2 മുതലുകളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരായിട്ടോ പോയത്. അപ്പം ഞാൻ വന്നത് കൃപാസനത്താണ്. കൃപാസനം അമ്മേനെ കാണാൻ, മാതാവിനെ കാണാനാണ് ഞാൻ വന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നമുക്ക് വലിയൊരു ആശ്വാസമാണ് മാതാവ്. പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മുടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ മതി. വിശ്വസിക്കുന്നവരെ അമ്മ ഒരിക്കലും കൈവിടില്ല. ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ സ്ഥലമാണ് കൃപാസനം. നമ്മുടെ ഓരോ കൊച്ചു കാര്യങ്ങളിലും കൂടെ നിൽക്കുന്ന ഒരാളാണ് മാതാവ്. ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് അമ്മയുടെ ഈ തണൽ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. വിശ്വാസത്തോടെ കൂടെ നിൽക്കുന്നവർക്ക് അമ്മ എന്നും ഒരു വലിയ കരുത്ത് തന്നെയാണ്. അത് അനുഭവിച്ചറിഞ്ഞവർക്കേ അത് മനസ്സിലാകുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ആര്യാസി കയറി നമ്മൾ പൂരിയൊക്കെ നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് കടൽ കാണാൻ പോകണം എന്നൊരാഗ്രഹം. അപ്പോൾ നമ്മൾ പോയി കടലൊക്കെ ഉണ്ട്. കടൽ വെള്ളത്തിൽ കാലൊക്കെ നനച്ചൊരു പ്രത്യേക ഒരു മനസ്സും കിട്ടി. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, ആണ്ടടാ 2 ഫോറിനേഴ്സ് വെള്ളത്തിൽ കടന്ന് ചാടി മറിയും. അത് കണ്ടപ്പോൾ എനിക്കൊരു കൊതി തോന്നി, ഒന്ന് ചാടിയാലൊന്ന്. പക്ഷേ ചാടിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഭൂകമ്പമായിരിക്കും. പിന്നെ നമ്മൾ ചാടണം എന്നില്ല, നമ്മൾ തിരിച്ചതാ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.